ഗായ്സ് അങ്ങനെ നമ്മുടെ ഇവന്റ് എത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ആണ് ആ ഒരു ഇവന്റ് വരുന്നത്. 7:30 കേട്ടോ. ഞാൻ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് നേരെ ഗോമിൻ്റെ ബോബീഷനൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ മുറിയിലോട്ട് പോകാട്ടോ. 5104 ആണ് അവരെ. നമുക്ക് വിളിച്ചു നോക്കാം. 5107 5105. ഇങ്ങനെ ആപ്പിൾ പാർക്കിൻ്റെ ഒരു റൂമിൽ നിന്ന് മറ്റേ പാർക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പാട്. 5106 5103 04 അല്ല അവരെ മുറി 03 ആയിരുന്നു 04 ആയിരുന്നു. ദിസ് ഈസ് ഐ തിങ്ക് ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇപ്പോൾ ഐ ഡി കിട്ടും. യെസ്, മാറിയിട്ടില്ല. അവനാണ്ട കോളില്ല. കോളില്ല. എന്തായി പരിപാടികളൊക്കെ? എൻ്റെ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടു. പരിപാടിയൊക്കെ ഒതുങ്ങി. നൈസ്. യെസ്, ഔട്ട്ഫിറ്റ് ഒക്കെ മാറി സെറ്റ് ആയല്ലോ. പിന്നല്ല. പിന്നെ പോവാം. അവർ വിളിച്ചാ ഗോപികൃഷ്ണനൊക്കെ? ഇല്ല, വിളിച്ചു നോക്കട്ടെ. ഇതിവിടെ ലുക്കാണല്ലോ കാണാൻ. മുട്ട വ്യൂ അതിനകത്ത്. സോ ഗൈസ്, നമ്മളങ്ങനെ ഇവൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയിട്ടോ. എൻ്റെ മുടി ഇപ്പോൾ കുറച്ച് കർലി ആയിട്ട് കിടക്കുക. ഞാനിപ്പോൾ ഒരു മോക്സി എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു ഡിഫൈനറാണ്. കർലി ചെയ്തിട്ട് ഫ്രിസ് ഉണ്ടാകുന്നതിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സഹായിക്കും. സോ ആ ഒരു ഡിഫൈനിങ് കർല് കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതോടൊപ്പം തന്നെ ഒരു കൾ ജെല്ലുണ്ട്. ആക്ച്വലി അത് അറൗണ്ട് സെയിം സെറ്റപ്പ് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ മുടിയുടെ അപ്ഡേറ്റ്. ഇവിടെ നോക്കിയാൽ മണ്ട കാണാൻ നിൽക്ക്. അതിങ്ങനെ കർലിയായി വരുന്ന സമയത്ത് എല്ലാം കൂടെ സ്റ്റിക്കി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവരെയൊക്കെ തൂക്കിക്കൊണ്ട് നമ്മൾ ഇവൻറ്റിന് പോകാൻ വേണ്ടി പോകട്ടോ. ബാക്കി അവിടെ കാണാം. ഇന്നിവിടെ ആയിരിക്കും ഫുഡെന്ന് തോന്നുന്നു. നല്ല വൈബ്. ഇവിടെയാണോ? ഇന്ന് രസികൻ ഫുഡ് തന്നെ. ഞാൻ ലവന്മാരോട് സംസാരിച്ചപ്പോൾ കൂടെ പോയേനെ. അപ്പൊ ഈ ഇതിനകത്തൊന്നും സംസാരിക്കില്ല? ഏതിനകത്ത്? വ്ളോഗിലോ? സംസാരിക്കുന്നുണ്ട്. എവിടെ? മൈക്കുണ്ടല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ തോന്നില്ല. നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോഴല്ലേ സംസാരിക്കാനുണ്ട്. ഇപ്പൊ കണ്ടോ ഒരു സബ്ജക്റ്റ് കിട്ടിയില്ലേ സംസാരിക്കാൻ? ശരിക്കും പറഞ്ഞ ഇതിനകത്ത് നമ്മളൊരറ്റത്തുനിന്ന് ഒരു അറ്റം വരെ വരണ ഒരു സംഭവം കാണാൻ. അതന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് ഇവിടെ വരെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് മറന്നു വെച്ചു എന്ന് വിചാരിക്കുക. മറന്നു എന്നോട് വിചാരിക്കുക. അത്രേ ഉള്ളൂ. തിരിച്ചു പോകാൻ വയ്യ. അതാ ഞാൻ പറഞ്ഞേ, എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞത്. ഇത്ര നടന്നു വരണ്ടേ? ഇവിടെ എന്താ സംഭവം ഉണ്ടല്ലോ. ഡാൻസേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇവിടെ എന്താ ഉണ്ടോ ഡാൻസേഴ്സ്? ഓ, ഇവിടെ വൈബാണല്ലോ. അങ്ങനെ നമ്മുടെ ഇവൻറ്റിൻ്റെ എൻട്രി. അയ്യോ വൈബാ കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. ഇന്ത്യാസ് ഫേവറേറ്റ് സ്മാർട്ട് ഫോൺ പവർഡ് ബൈ ഫ്ലിപ്കാർട്ട്. Hi. The client is waiting for us. Can they just proceed to the world? Yes. We're just starting in 2 minutes. So Yeah, sure. We don't miss out anything. Okay. ഓയ്യോ നോക്കിക്കേ. എൻ്റെ പൊന്നെ, കിടില വൈബ്. കേട്ട് നോക്കിയേ. നോയ്സ്. താഴെയും സ്ക്രീന് കേട്ടോ, മുകളിലും സ്ക്രീന്, ചുറ്റിനെല്ലാം സ്ക്രീന്. അൺലിമിറ്റഡ് ബൂസ്റ്റ് ഗൈസ്. സം സോർട്ട് ഓഫ് ഗെയിമിംഗ് സ്റ്റേഷൻ. അടിപൊളി ഗൈസ്, ഒരേ വൈബ് കേട്ടോ. ഇവിടെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അടിപൊളി. ഇരുട്ടായി. എൻ്റെ പൊന്നോ. നമുക്കേ ഒരു
ഇത് കണ്ടുപിടിക്കണ്ടേ? കോർണറിലല്ലേ ബാക്ക് സൈഡിലും എല്ലാം പോകുമ്പോൾ. ഗൈസ് മൊത്തം ഇരുട്ടാണ് കേട്ടോ, ഒന്നും കാണാൻ പറ്റാത്തതിൽ ഞാൻ ഇതാക്കുന്നു. ഇവിടെ എന്തോ വലുത് വരാൻ വേണ്ടിയിട്ട് അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. സോ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇവരെല്ലാം എന്താ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഒട്ടും കണ്ടുവിടാ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. ഇവിടെ എന്തോ വലുതായിട്ട് കുക്കിംഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് അവർ ലൈറ്റ് ഓഫ് ചെയ്തു കേട്ടോ. गुड इवनिंग लेडीज एंड जेंटलमैन, मेरा नाम है जय भानुशाली। हाय, मैं हूँ अपार शक्ति खुराना। और हम दोनों के बारे में एक बात बता देना चाहूँगा, दैट बड़ा अच्छा लगता है कि जब हमारी एंट्री होती है कोई ताली नहीं बजाता, इट फील्स रियली। तो चलो फिर एक काम करते हैं, इस अवार्ड का सिलसिला को शुरू करते हैं एंड देखते हैं आज कौन कौन विनर्स रहेंगे। अलाउ मी टू गेट गोइंग विद द फर्स्ट राउंड ऑफ अवार्ड्स। The first round of awards is called the camera segment, जिसके पीछे हम लड़ रहे थे. बिल्कुल, द फीचर जिसकी वजह से हमने इतनी लड़ाइयाँ की है। हाँ। And on that note, I would like to invite Mr. Ajay Veer Yadav, Senior Vice President at Flipkart, to the stage. Can we please have you on the stage, please? And I would also like to invite Shlok Srivastava, popularly known as Tech Burner, to stage. Please Oh invite my के लिए God, जोरदार Shlok. तालियां हो जाए। Google Pixel 10. Oh Very my God. congratulations. The winner is Motorola Edge 60. Oh. Because we have a philosophy which is that camera is the extension of the organ of human being. എന്തോ അതവർ വലുതെന്ന് പറയും. നമ്മൾ ഫുഡ് കഴിക്കണ്ടേ? परफॉर्मेंस जिसके लिए आए हैं उसके लिए स्टार्ट होना है, वो 15-20 मिनट की लिमिटेड। ഫുട്ബോളോ? ആദ്യം എന്തോ സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഇത് ഫുട്ബോളിന്റെ ഒരു പരിപാടിയാണ്. സ്ഥലം എന്തോ സുല വെച്ചിട്ടുണ്ട് കണ്ടോ? ആ സുന ഈ സുന എങ്ങനെ ഇറങ്ങിയണേ? നമ്മൾ കൺട്രോൾ ചെയ്ത് മൈൻഡ് കൺട്രോൾ ചെയ്ത് ആണോ? ആ സുന വെച്ച് കൺട്രോൾ ചെയ്ത് നോക്കട്ടെ. ഇതിലിപ്പോൾ അതെന്തുവാ 35-34? ആ ടൈമർ എന്തുവാ? നീ എന്തിനാ ബലം പിടിക്കണേ? ഒന്നും ചെയ്യാതിരിക്കുന്നു. എടാ നമ്മൾ മൈൻഡിൽ പുഷ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബോള് ഇവിടുന്ന് നീങ്ങും കേട്ടോ. മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അത് വരും. അങ്ങനെ എങ്ങനെ? മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അതനുസരിച്ച് ബോൾ നീങ്ങും. ആ മനസ്സിൽ എന്ത് ചിന്തിക്കണം നോക്കട്ടെ. മനസ്സിൽ വിചാരിക്കുക അടിച്ച് കൊടുക്കുമെന്ന് വിചാരിക്കും, തിരിച്ചടിക്കുമെന്ന് വിചാരിക്കും. റോബിന് മനഃശക്തി ഇല്ല എന്നുള്ളതാണ് മിക്കയുടെ പോസ്റ്റിലോട്ട് ലക്ഷ്യം. ആ പോകുന്നുണ്ട. പോട്ടെ പോട്ടങ്ങോട്ട് കേറട്ടങ്ങോട്ട് കേറട്ടെ. എങ്ങനെയുണ്ട് പവർ കണ്ട? ഏയ് ഫോട്ടോ ബുദ്ധി പോയല്ലോ. ഏയ് ഫോട്ടോ ബൂത്ത് AI ഫോട്ടോ ബൂത്ത്. ഇതാണ് ഗായ്സ് ഫോട്ടോ ബൂത്ത് കേട്ടോ. ഇവിടെ നിന്ന് എടുത്ത് ഞാനും വരും ഇതിനകത്ത്. ഞാൻ ഉണ്ട്. ഞാനും ഇവൻ്റെല്ലാം ഉണ്ട്.
ഇവരെ ഫോട്ടോ റൂയിൻ ചെയ്യുന്നത്. ഇവർ തന്നെ നോക്കട്ടെ. ഓ ചെയ്ത് നോക്ക്. ആ സംഭവം ഞാനുണ്ടായിരുന്നു, പ്രജയായിട്ട് പോലും ഇല്ലല്ലോ ഇത് നോക്കട്ടെ. മാമ മാത്രം. രണ്ടുപേരും നിന്ന് എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ഇഫ് 2 of them sit there? It merges your faces. Oh. അടിപൊളിയായിരുന്നു കേട്ടോ. പോട്ടെ. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും പല ഭാഗത്തായിട്ട് പോയി കേട്ടോ. ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഗുഡ് നൈറ്റ്. നാളെ മുതൽ നമ്മൾ തായ്ലൻഡിൻ്റെ വേറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അതിൽ അമൽ ബ്രോ നാളെ പോവും രാവിലെ. ബാക്കിയുള്ളവരൊക്കെ കാണും. അടിച്ച് പൊളിക്കണം നാളെ തൊട്ട്. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഹോട്ടൽ വിട്ട് പിരിയാൻ വേണ്ടിയിട്ടുള്ള സമയമായി കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ഹോട്ടലാണ്, ഏക്കർ കണക്കിനുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോയിട്ട് നമ്മൾ ബാക്കി ഗ്യാങ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 4 പേര് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് 29th വരെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ടായിട്ട് പിന്നെ നമ്മൾ ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, കുറച്ച് പെൻറ്റ് ഹൗസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പെൻറ്റ് ഹൗസിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെടുത്തിരിക്കുന്നത് പത്തോങ്ങിലാണ്. പത്തോങ്ങിലെടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനുള്ള ആക്സസും അവിടെയാണ് കുറച്ചുകൂടെ ബെറ്റർ, കുറച്ചുകൂടെ സെൻറ്റർ ടു ഫുക്കറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഫിഫി ഐലൻഡിൽ പോകണമെന്ന് പറയുന്നുണ്ട്, പത്തോങ് മാർക്കറ്റിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അവിടെ പോയി നോക്കിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫിക്സ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ബോയ്സിലെ വില്യം ബുച്ചറിൻ്റെ പോലത്തെ ഔട്ട്ഫിറ്റ് കേട്ടോ. വേറൊന്നുമില്ല. എൻ്റെ റൂമിൻ്റെ പുറത്ത് നോക്കിയുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത് മറ്റേ 50 സെൻറ്റിലുള്ള പൂളാണ് കേട്ടോ. കൊള്ളാല്ലേ, നൈസല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബിഗ് ബുദ്ധയൊക്കെ വരുന്നത്. ഇത് 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 ഒരു മെയിൻ റോഡാണ് കേട്ടോ ഇതോ കാണുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് മെയിൻ റോഡാണ്. പിന്നെ ഫുൾ ടൈം സൂപ്പർ ബൈക്സൊക്കെ പോകുന്നതിന് സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. നമുക്കും വേണമെങ്കിൽ റെൻറ്റിനൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ബൈക്ക്. പക്ഷേ ഇവിടെ എന്തോ ഒരു തരത്തിലുള്ള സ്കാമുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരാളുകൾ തന്നെ വന്ന് നമ്മുടെ ഈ വണ്ടിയിൽ തട്ടിയിട്ട് നമ്മുടെ നിന്ന് കാശ് വാങ്ങിക്കും. അതെന്തോ ഒരു വല്ലാത്തൊരു സ്കാമായിപ്പോയി. അത് റെൻറ്റിന് എടുക്കുന്നതിൽ അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. പിന്നെ നമുക്ക് ടാക്സി വിളിച്ച് പോവാം, അത് പിന്നെ റേറ്റ് കൂടുതലാണ്. റെൻറ്റിന് എടുക്കുന്നതിൽ നല്ല സുഖമായിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോവാം കേട്ടോ. ഇനി അവരെ മീറ്റ് ചെയ്യണം. അവരെ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവന്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം ഉള്ളത് പറ. നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ടൈമിംഗ് ഒന്നും കറക്റ്റ് ഇല്ലായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. രസമായിരുന്നു അല്ലേ? ഇനിയിപ്പോ നമ്മുടെ യാത്രയൊക്കെ തുടങ്ങുന്നുള്ളതുകൊണ്ട്. അതെ അതെ, ഇനിയാണ് രസം. അടിപൊളിയായിരുന്നു. അവിടെ ഇച്ചിരി ക്രൗഡ് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ, അതിന്റെ ഒരു മടുപ്പുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇനി നമ്മൾ തുടങ്ങാൻ പാടി കിടക്കണം. ഇപ്പൊ ഒരു വണ്ടി പോകും. ഇതുപോലത്തെ വണ്ടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ഇവിടെ വണ്ടികൾ ഉള്ളത് പറയണോ ഇല്ലാത്ത പറയണോ? രണ്ടും പറയണ്ട. ആക്ച്വലി ഇവന്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഹോട്ടൽ ഒരു രക്ഷയില്ല, കിടില ഹോട്ടല്. ഒരറ്റം ഒരറ്റം വരെ നടക്കണ കിലോമീറ്റർ എടുത്തു. ഇവന്റിന്റെ കാര്യം പറയാനാണെങ്കിൽ ടൈമിങ് ഇച്ചിരി ഭയങ്കര ബോറായിരുന്നു. കാരണം ഇവർ പറഞ്ഞ ടൈമിങ്ങിനല്ല ഒന്ന് സ്റ്റാർട്ട് ആയത്. അതിന്റെ ഒരു
പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു. പിന്നെ മറ്റേ വൈകിട്ടത്തെ അവാർഡ് പരിപാടി, അതിനകത്ത് സലോണി ജാസ്മിൻ സലോ സംതിങ് അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ല, പേരറിയില്ല. എൻ്റെ പിന്നെ പുള്ളിക്കാരിയുടെ വൈബ് വേറെ ലെവല്. എന്താ പിന്നെ ഞാൻ ചുമ്മാ സെർച്ച് നോക്കിയപ്പോൾ 40 വയസ്സുണ്ട്. 40 വയസ്സിൽ പുള്ളിക്കാരി അങ്ങനെയൊക്കെ കിടന്ന് എനർജി അല്ലേ, എനർജി ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഒരു അപ്പാർട്ട്മെൻറ്റ്, പെൻറ്റ് ഹൗസ് അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പെൻറ്റ് ഹൗസ് അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എല്ലാവർക്കും നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡ്റൂമും പൂളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. മൊട്ടത്തലയും ബോക്സിങ്ങിന് പോണ്ടേ? വേണ്ട നഷ്ടം. എന്ത് എല്ലാരും വെറുതെ പേടി മേടിച്ചിട്ടുള്ളൂ. നമുക്ക് ഇടി തരൂ. അവസാനം അതല്ല ആദ്യം കയറുന്നവർക്ക് ഇടി. അതെ, ഇത് നമ്മൾ വരാത്ത വഴിയാ കേട്ടോ. ഇത് ഇവിടെ ഇവിടെ വരെ നടന്നുള്ളൂ. ഇത് നമ്മൾ വരാത്ത വഴിയാണ്. നമ്മൾ അപ്പുറത്തോട്ടല്ലേ നടന്നത്? ആ, നമ്മൾ അപ്പുറത്തോട്ട് നടന്നു കഴിഞ്ഞോട്ടോ. ഇവിടെ കുറെ കൂടെ ഉണ്ടോ, ടൈറ്റ്ലി പാക്ക്ഡ് ആണ് കടകളൊക്കെ. അടിപൊളി. അയ്യോ, ഇവിടെ വരണ്ടേ കേട്ടോ. ഇതെന്തോ സ്ട്രീറ്റ് പോലെയൊക്കെ തന്നെ അല്ലേ? ഒരുപോലല്ലേ. നമ്മൾ അവന്റെ 1000 പാട്ട് മേടിച്ചിട്ടുണ്ടേ. ഞാൻ മേടിച്ചിട്ടുണ്ട്. ആ പെണ്ണിന്റെ വാങ്ങിച്ചോ? ഇല്ല, പെണ്ണിന്റെ മേടിച്ചില്ല. അവളോട് ഞാൻ പറഞ്ഞു അവിടെ പോയി എക്സ്പ്ലോർ ചെയ്ത് പിന്നെ പാർക്കിംഗ് ഉണ്ടോ? പാർക്കിംഗ് എന്തിന്? പാർക്ക് ചെയ്യാന്നില്ലല്ലോ. ഈ വണ്ടി പോവില്ല ഇപ്പൊ. ഇയാളെ ഇടിച്ചിട്ട് ഈ വണ്ടി ഇങ്ങ് എടുത്താലോ? ഇയാളെ ഇടിച്ചിട്ട് എന്നിട്ട് ഈ വണ്ടി ബീച്ച് കൊള്ളാം. ഈ മസാജിനൊക്കെ എത്ര രൂപയാ? തൈ മസാജ്. ലെഗിന് മാത്രം 300 ബാത്ത്. പിന്നെ തലക്ക് 3000 ബാത്താവും ഫുൾ ബോഡി. ഫുൾ ബോഡി അത് ഭയങ്കര എക്സ്പെൻസീവ്. ഹാപ്പി എൻഡിങ്. സാധാരണ അത്യാവശ്യം നല്ല രസമുള്ള ഫുൾ ബോഡി മസാജിന് ഒരു 1000 ബാത്ത് അല്ലെങ്കിൽ ആ ഒരു വരുള്ളൂ. ഏത് 1000 to 1500 അതിന്റെ അകത്തെ അല്ല, നല്ല ഇവിടെ കുറെ കിടലോ ഉണ്ട്. അവിടെ എല്ലാം 3000 ബാത്തൊക്കെ ആവും. Reception over there. Reception. Do you have change? No change. Change? What? Change. You have 1000. How much do you change? Hotel. I no change. No change. I no change. You change hotel no. There. Na. That's okay. എൻ്റെ ഇത് വാങ്ങി. ഗൈസ്, നമ്മൾ പെൻറ്റ് ഹൗസിലെത്തി കേട്ടോ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പേ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ റുപ്പി 29,000, ഏതാണ്ട് 30,000 രൂപയായി കേട്ടോ. നമുക്കപ്പോൾ അതിൻ്റെ ഒരു ടൂറിലേക്ക് പോയാലോ? തായ്ലൻഡിലെ ഒരു പെൻറ്റ് ഹൗസ് കേട്ടോ, ഓപ്പൺ സെസമേ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ ചുപ്രഹോ. ഇതാണ് നമ്മളുടെ പെൻറ്റ് ഹൗസ് കേട്ടോ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതാണ്ട് ഗ്ലാസ്സിനകത്തൊരു ബെഡ്റൂം ഉണ്ട്. ഇത് നമ്മുടെ ഗോപികൃഷ്ണൻ്റെ ബെഡ്റൂം നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഗോപികൃഷ്ണൻ രാത്രി ഇതിനകത്ത് കിടന്ന് കാണിക്കുന്ന പരിപാടിയെല്ലാം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇതെൻ്റെ മുറി കേട്ടോ. ഇത് ഞാനങ്ങ് എടുത്തു. ആരോടും ചോദിക്കാനൊന്നുമില്ല, അതങ്ങ് എടുത്ത്. പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ AC, വ്യൂ അടിപൊളി കേട്ടോ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ വ്യൂ. നൈസ് അല്ലേ? ഓക്കെ. ഇവിടെ ഒരു പൂളുണ്ട്. സോ അത് പക്ഷെ നമ്മുടെ പൂളല്ല, അതാണ് ടിസ്റ്റ്. ഇവിടെ ബാത്റൂമിൽ ലൈറ്റ് ഇവിടെ പുറത്തായിരിക്കും. ഇവിടെ ഒരു ഷവർ, ഇവിടെ ഒരു ബാത്ത് ടബ് ഉണ്ട്, 2 വാഷ് ബേസിനുണ്ട്. വലിയ സ്പേഷ്യസ് ആണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും സ്പെസിഫിക് ആയിട്ടുള്ള TV ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ട TV ഉണ്ട്. ഇവിടെ ഒരു മെയിൻ TV ഉണ്ട്. ഒരു ആന ഇരിപ്പുണ്ട്. ഇവിടെ ഒരു വർക്ക് സ്റ്റേഷൻ പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടേ. ഇവിടെ കിച്ചൺ ഉണ്ട് കേട്ടോ. കിച്ചൺ മിനി കിച്ചൺ പോലൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്കിരുന്ന് കഴിക്കാൻ പറ്റും.
പിന്നെ ആ എടാ എക്സ്ട്രാ ബെഡ് ഉണ്ട് കേട്ടോ ഇവിടെ. എക്സ്ട്രാ ബെഡ് ഉണ്ട്. 2 വാഷിംഗ് മെഷീൻ ഇരിപ്പുണ്ട്. ഇതാണ് മറ്റേ റൂം. ഏതാണ്ട് സെയിം പോലെ തന്നെ കേട്ടോ, മറ്റേ റൂം പോലെ തന്നെയാണ് ഈ റൂമും. ഇവിടെ ഒരു TV കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാത്റൂം ഏതാണ്ട് സെയിം തന്നെയാണ്. ഇവിടുത്തെ വ്യൂവും ഏകദേശം അതുപോലെ തന്നെ കേട്ടോ, നല്ല വ്യൂ ആണ്. ഇങ്ങനത്തെ വ്യൂ ഇവിടെ ഉള്ളത് ഇതാണ് കേട്ടോ നമ്മളെടുത്ത 30,000 രൂപയുടെ പെൻറ്റ് ഹൗസ്. നമുക്കിവിടെ 5 പേർക്ക് നിൽക്കാൻ പറ്റും. നമ്മൾ 4 പേരെ ഉള്ളെങ്കിലും മാക്സിമം 5 പേർക്ക് വരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയുണ്ട് ആനപ്പുറത്തിരിക്കുന്നുണ്ട്? എടാ സ്ട്രോങ് അത് മെറ്റലല്ല, തടി പോലെ എന്തല്ലേ. നൈസ് നൈസ്. 4 വാഷിംഗ് മെഷീൻ. ബാൽക്കണി എന്ന് പറഞ്ഞ് തുറന്നിറങ്ങരുത് കേട്ടോ. ഇവിടെ ബാൽക്കണി എന്ന് പറഞ്ഞ് തുറന്നിറങ്ങരുത്, നേരെ ഹോട്ടലിലോട്ട് പോകും. വൈഫൈയുടെ പാസ്വേഡൊക്കെ തന്നിട്ടുണ്ട്. അതിലുണ്ടോ? ആ അവിടെ എന്തോ അവിടെ വല്ലതും ഉണ്ടോ? കറക്റ്റ് തന്നെ. അവിടെ ഹിഡൻ ഡോർ ഉണ്ടോ? അല്ല ഹിഡൻ ഡോർ ഉണ്ട്. ആ അതെ അത് കൊള്ളല്ലേ. എടാ ഇവിടെ ചാർജർ ഉണ്ടോ? മൾട്ടിപ്പിൾ USB ചാർജ് ചെയ്യാനുള്ള സാധനം വെച്ചിരിക്കുന്നത്. റെയിൻ പൈപ്പ് എവിടെ? ശരിയാ ശരി. നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്യാല്ലേ. AC-യുടെ യൂണിറ്റ് ഒക്കെ സർവീസും ചെയ്യാം, ആരും കാണത്തുമില്ല. എടാ അത് ഈ ഇപ്പുറത്തെ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് ഈ വലിപ്പത്തിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അകം ബോറായിരിക്കും. ആ എല്ലാം ടച്ചപ്പ് പരിപാടിയാ. ഇരിക്കല് ഇനി ഇരിക്കല്. ഇതാവ ഈ വ്ളോഗ് അവർ കാണില്ല എന്ന് പ്രതീക്ഷിക്കാം. ആ അടിപൊളി പൂളല്ലേ, നല്ല ആഴമുണ്ട്. 1.4 ആ അറ്റത്ത് എത്ര വരുന്നത്? കിടിലം പൂൾ. ആ അറ്റത്ത് മാത്രം, ഈ അറ്റത്ത് നല്ല കാഴ്ച. വെട്ടമുണ്ട് കേട്ടോ, വെട്ടമുണ്ട്. ആ റെസിസ്റ്റൻസ് ഫീച്ചർ നല്ല പൂളാ. ഗായ്സ് നമ്മളങ്ങനെ എവിടെയോട്ടാ പോകുന്നത്? പത്തോങ് ബീച്ചിലോട്ട് പോവുക കേട്ടോ. പത്തോങ് വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോവുക. നമുക്ക് ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററാണ് വരണേ. ആ പത്തോങ്ങിലോട്ട്. ബാംഗ്ലയുടെ സൈഡിൽ തന്നെ ഈ പത്തോങ് ബീച്ചാ. അപ്പോൾ 2 കിലോമീറ്ററുള്ളേ. നമുക്ക് അരമണിക്കൂറുള്ള നടത്തം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ്. അപ്പം നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റും, എല്ലാ പരിപാടിയും നടക്കും. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ പൂളൊക്കെ കണ്ടാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡായി കേട്ടോ. ഇങ്ങോട്ട് നോക്കി പല കളറുകളിൽ. ഫുക്കറ്റ് ഓൾഡ് ടൗണിൽ ഇതുപോലുള്ള ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, പല കളറിലുള്ള കേട്ടോ. KNN ട്രാവൽസ് അത് കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ. KNN വാട്ട്? നോ താങ്ക്സ്. എടാ ഈ ടോപ്സ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഉള്ളതാണ്. ടോപ്സ് ഡെയിലി ഏത് 7-Eleven പോലുള്ള ഒരു സംഭവം ഈ ടോപ്സും. ആ ഹാർലി കണ്ടുപോകുന്നു. എങ്ങനെയുണ്ട് വണ്ടി?
കറൻസി എക്സ്ചേഞ്ച് ഇവിടെ ഉണ്ട് കേട്ടോ. അയ്യോ പൈസ എടുത്തില്ല. ആരും എടുത്തില്ലേ? എടുത്തോ? എടുത്ത് ഞാൻ പൈസ എടുത്തു. എനിക്ക് 2000 രൂപ. അതിന് എനിക്ക് 2000 രൂപ. മറ്റേടത്ത് കൊടുക്കാൻ 2000 പാത്രം. 2000 വേണ്ടേ? 2000 പാത്രമാണോ ഒരു ദിവസം ഉപയോഗിക്കാം? അല്ല ഞാൻ ചോദിച്ചത് കറൻസി എക്സ്ചേഞ്ച്. അപ്പോൾ കാറ് റെന്റിൽ കിട്ടും കേട്ടോ. കാറ് ബൈക്ക് എല്ലാം ഇവിടെ റെന്റിലുണ്ട്. അമേരിക്കൻ ഇൻസ്പയർഡ് മെനു. ഇവിടെ എന്തോ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, എന്തുവാ സംഭവം? ചെക്കിങ്. പാസ്പോർട്ടൊക്കെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ പിടിച്ച് വയ്ക്കും. പാസ്പോർട്ടൊക്കെ കയ്യിലുണ്ടോ? പാസ്പോർട്ട് കൈ വെക്കണം. ചോദിക്കും അവര്. ഡിജിറ്റൽ കോപ്പി ഉണ്ടോ? കോപ്പി കൊടുത്തിട്ടുണ്ടോ? നമ്മൾ പറയും ആൾക്കാരെ പേടിയുള്ളതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കൈ കൊടുക്കും. ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. പോലീസോ എന്തോ ചെക്കിങ്ങോ അങ്ങനെ എന്തോ ആണ്. ഈ ഹെൽമെറ്റിൻ്റെ ഒക്കെ ചെക്കിങ് ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇനി. ഇതാണ് ഇവിടുത്തെ പോലീസിനെ. ഇന്നാണ് ഇവിടെ പോലീസിനെ കാണുന്നത്. അവിടെ നമ്മുടെ ആ പോലീസുകാർ പിടിച്ചു വെച്ചു കേട്ടോ. പോലീസുകാർ പിടിച്ചു വെച്ചിട്ട് അവിടെ അവരുടെ ഏരിയയിൽ എന്തിനാ വീഡിയോ എടുത്തതെന്നൊക്കെ ചോദിച്ചു. ഇവിടെ തന്നെ കുറേ സൂപ്പർവൈസർ അവരുടെ ഏരിയയിൽ എന്തിനാ വീഡിയോ എടുത്തതെന്നൊക്കെ ചോദിച്ചാൽ എന്നെ ഇവിടെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവസാനത്ത്. നമ്മൾ അവരുടെ രാജ്യത്താണല്ലോ, അപ്പോൾ നമ്മൾ അവർ പറയുന്ന പോലെ കേൾക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വിട്ട് കളഞ്ഞു. ഇവിടെ റെൻറ്റിന് കിട്ടും കേട്ടോ വണ്ടി. ലിറ്റിൽ പാത്തോ. എടാ നിനക്ക് പറ്റിയ അതുകൊണ്ടൊരു മസാജ് ഷോപ്പ് പോവാണ്. നല്ല മസാജ് ഷോപ്പാടാ. ഈ ബൈക്കുകൾ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് തോന്നുന്നു. സ്കൂട്ടർ അല്ല ഇത്. ടോപ്സ് ടേക്ക് കെയർ ഇന്റർനാഷണൽ. ബേക്കറി ബിസ്ട്രോ. കണ്ടേ ഓർഗനി കഞ്ചാവിൻ്റെ കട കണ്ട. കഞ്ചാവിൻ്റെ കട. കാസരിക്കൊന്തൈ. പോലീസ് വിളിച്ചിട്ട് ഞാൻ നിർത്തിയില്ല റെക്കോർഡിങ്. പിന്നെ മീൻ നീരാളിയുടെ എന്തോ സാധനം ഉറക്കപ്പുറ പെരിയും കൂടെ. നീരാളിയുടെ വേറെ എന്തോ സാധനം കരിമീനാന്ന് തോന്നുന്നു. ഇതാ നീ എവിടെ ഉള്ളതെന്ന് പറഞ്ഞേ? കാട്ടാക്കട. കാട്ടാക്കടയാ? എടാ അത് കരിമീനല്ലെന്ന് എനിക്കറിയാം. അതിന്റെ പേരെന്താണെന്ന് എനിക്കറിയാം. കാര്യം കരിമീൻ എനിക്കറിയാം. ആ ഇവിടെ ക്ലാര ചെയ്തില്ലേ ഇവർക്ക്? ഇതെന്തോ നല്ല പരിചയമുള്ള ഫിഷല്ലേ? അത് സാൽമൺ. അത് ലോബ്സ്റ്റർ. നമ്മളങ്ങനെ ഒരു ചിക്കൻ ഗാർലിക് സ്പ്രിംഗ് ഒനിയൻ റോൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കഴിക്കാൻ തന്നതിന് ശേഷം തന്നെ കേട്ടോ ഒരു നമ്മൾ ഓർഡർ ചെയ്തേ. അപ്പം ഗോപി കൃഷ്ണനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കൊതിയുള്ളതെന്ന് തോന്നുന്നു. വിശക്കുന്ന അതുകൊണ്ടാണ്. എല്ലാവർക്കും വിശപ്പുണ്ട്, അവന് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ വിശപ്പുണ്ട്. നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന മാർക്കറ്റാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ. നമ്മുടെ മൊത്തവും കുറച്ച് ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആണ് 7-Eleven. ചിക്കൻ ഓണിയൻ റോൾ റൈറ്റ്. എല്ലാവരും വീഡിയോ എടുക്കുന്നതിന് തിരക്കില്ല. അവൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. അവരും എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം നമ്മളിതിൽ ഡിപ്പ് ചെയ്യുന്നു. ഡിപ്പിങ് നോക്കട്ടെ. ഞാൻ
ചൂടല്ലേ? ഇതെന്തോ മുളകാണോ? നാക്ക് മൊത്തം പൊള്ളിപ്പോയില്ലെന്നുള്ളൂ. സ്വീറ്റ് ചില്ലി ഇവിടെ നിന്നല്ലേ തായ് സ്വീറ്റ് ചില്ലി എന്നല്ലേ. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നാക്ക് പൊളി. നിങ്ങളെങ്ങനെ തിന്നുന്നത്? അടിപൊളിയായിട്ട്. ഇവിടെ വന്നിട്ട് കഴിച്ചതിൽ ആദ്യത്തെ ടേസ്റ്റ് ഉള്ള ഫുഡ് അല്ലേ? എനിക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ലൊരു തുടക്കമാട്ടെ. എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡ് കേട്ടോ. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ചിക്കൻ ഇവിടെ വന്ന് കഴിച്ചതിൽ സോറി ചിക്കൻ സ്പ്രിംഗ് റോൾ ഒനിയൻ. ഇവിടെ വന്ന് കഴിച്ചാൽ മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ ഓക്കെ, ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സാധനം കഴിക്കുക. ആദ്യത്തെ സാധനം എന്തോ പൊള്ളി എൻ്റെ നാക്ക് ഫിറ്റ്. ഞാൻ ബാക്കി ടേസ്റ്റ് എങ്ങനെ അറിയും? നമ്മൾ കയറുന്ന മാർക്കറ്റിൻ്റെ പേര് മലീൻ പ്ലാസ എന്നാണ് കേട്ടോ. ഇതാണ് മലീൻ പ്ലാസ. നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ഈ ഒരു ബസാർ പോലത്തെ ഒരു സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ നടുക്കിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്തൊക്കെ ഐറ്റം ഇത്? എന്തൊക്കെയാ ക്യാൻഡികൾ? സോഫ്റ്റ് ക്യാൻഡി. ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഡൂറിയനാ? ചക്കയല്ല അത്? ഡൂറിയൻ. അപ്പോൾ വൃത്തിയായിട്ട ടേസ്റ്റ് അത്. ഇത് മൊത്തം ബാറും പബ്ബിൻ്റെ ഒക്കെയാണ്. പൂളും ഒക്കെ ഉണ്ട്. ഡബിൾ ഷോട്ട് ബാർ ഉണ്ടാ. ഇതുണ്ട് ഹട്ട് സെറ്റപ്പ് ഉണ്ടോ? ഹട്ട് ബൂം 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 ബൂം. സംഭവങ്ങളെല്ലാം ബാറ കേട്ടോ. ഷാക്ക് ബാർ മൊത്തം ബാറ. ഒരു ബാറെന്ന് വിചാരിച്ചത് എല്ലാം ബാറ. അതെ, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടി വരികയും ചെയ്യും. വണ്ടി എടാ ഇത് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിയാണ് നമ്മുടെ നാട്ടിലെ. പക്ഷെ ഇവിടെ ആൾക്കാരെ കൊണ്ട് പോയിട്ട് അല്ലല്ല, ഇതിലാ മറ്റേ ഇതുണ്ടെന്ന് പറഞ്ഞു. ബുംബും ഉണ്ട്. ഇതിലാ കൊണ്ടുപോകുന്നു. ഇലക്ട്രോണിക്സ് ചീപ്പാണ്. ഫോൺ മേടിക്കാൻ പറ്റും. ഫോണിൻ്റെ അല്ല, മറ്റേ ഓസ്മോ ഞാൻ പോക്കറ്റ്. ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ കേട്ടാ. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് കയറി. അപ്പോൾ പറ്റിക്കപ്പെടുകയാണെങ്കിൽ ഒരു മാളിൽ നിന്ന് പറ്റിക്കപ്പെട്ടു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇവൻ